എന്നിട്ട് അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഹൽ റഅ അഹദു മിൻകും റുഅ്യ, നിങ്ങളിൽ ആരെങ്കിലും വല്ല സ്വപ്നവും കണ്ടോ? സ്വഹാബികൾ പറഞ്ഞില്ല, ഇല്ല റസൂലേ, ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. റസൂലുള്ള പറയാണ്, ലാകിന്നി റഅയ്തുൽ ലൈലത റജുലൈനി അതയാനി, എന്ന് ഞാൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ രണ്ടാളുകൾ എൻ്റെ അടുക്കിലേക്ക് വരുന്നതാണ് ഞാൻ കണ്ടത്. ഫഅഖദാ ബിയദി, ആ രണ്ടാളുകളും എൻ്റെ കൈകളിലേക്ക് പിടിച്ചു. ഫഅഖ്റജാനി ഇലൽ അർദിൽ മുഖദ്ദസതി, അങ്ങനെ എന്നെയും കൊണ്ട് മുഖദ്ദസിൻ്റെ ഭൂമിയിലേക്ക് അവർ കടന്നു ചെല്ലുകയാണ്. ആ മുഖദ്ദസിൻ്റെ ഭൂമിയിലേക്ക് എന്നെയും കൊണ്ട് അവർ കടന്നു ചെന്നപ്പോൾ ഞാൻ അവിടെ ഒരുപാട് കാഴ്ചകൾ കണ്ടു. ഓരോ മനുഷ്യനും മരണപ്പെട്ട് കഴിഞ്ഞ് അവൻ്റെ ബർസഖിയായ ലോക ജീവിതത്തെ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ ഞാൻ അവിടെ വെച്ച് കാണുകയുണ്ടായി. അതിലൊന്ന് റസൂലുള്ള പറയാണ്, ഫഅതൈന അലാ റജുലിൻ മുസ്തലിഖിൻ ലിഖഫാഹു, അവിടെ രണ്ടാളുകളെ കണ്ടു. അതിലൊന്നാമത്തെ വ്യക്തി മലർന്ന് കിടക്കുകയാണ്. വൈദാ ആഖറു ഖായിമുൻ അലൈഹി, രണ്ടാമത്തെ വ്യക്തി അദ്ദേഹത്തിൻ്റെ മേൽ നിൽക്കുകയാണ്. ബികല്ലൂബിൻ മിൻ ഹദീദ്, ആ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ വലിയ കൊളത്തുകളുമായി മലർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ മേൽ ഒരാൾ നിൽക്കുകയാണ്. അദ്ദേഹം ആ മലർന്നു കിടക്കുന്ന ആളുടെ മേൽ നിൽക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൈകളിൽ പിടിച്ച കമ്പി കൊണ്ടുണ്ടാക്കിയ കുളത്ത് കൊണ്ട് ആ മലർന്നു കിടക്കുന്ന ആളുടെ മുഖത്തെ അദ്ദേഹം വലിച്ച് ചീന്തുകയാണ്. തൻ്റെ വായ മുതൽ അങ്ങോട്ട്, പിരടി മുതൽ ഇങ്ങോട്ടും, അതുപോലെ തന്നെ താഴോട്ടും വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗം കീറിക്കഴിഞ്ഞ് രണ്ടാമത്തെ ഭാഗം കീറുമ്പോഴേക്ക് നേരത്തെ കീറിയ അതേ രൂപത്തിലേക്ക് വരികയാണ്. അങ്ങനെ തുടർച്ചയായിക്കൊണ്ട് ശരീരത്തെ കീറി മുറിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ഇത് കണ്ട ഉടനെ റസൂലുള്ളാഹി മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് ചോദിക്കണം, ആരാണ് ഈ കൂട്ടം? എന്തു തെറ്റ് ചെയ്തതിൻ്റെ മേലാണ് ഇവരെ ഇത്രക്കും വലിയ ശിക്ഷക്ക് വിധേയമാക്കിയിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, ഫഇന്നഹു റജുലു യഗ്ദു മിൻ ബൈതിഹി, ഇതൊരു മനുഷ്യനാണ്. ഈ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ രാവിലെ വീട്ടിൽ നിന്നിറങ്ങും, എന്നിട്ട് ഫയക്ദിബുൽ കദിബത തബ്ലുഗുൽ ആഫാഖ്, ചക്രവാളം മുഴുവൻ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ എത്തുന്ന രൂപത്തിലുള്ള നുണകൾ പറഞ്ഞു പരത്തുന്നവരാണ് ഈ മനുഷ്യർ, ഈ കൂട്ടരാളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആരാണ് പ്രിയപ്പെട്ടവരെ ഈ ശിക്ഷ അനുഭവിച്ച കൂട്ടർ? സമൂഹത്തിന്റെ മുമ്പിൽ ഇറങ്ങിക്കൊണ്ട് കളവ് പറഞ്ഞു നടക്കുന്ന ആളുകൾ, നുണപ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾ. അവർക്ക് ബർസഖിലുള്ള ശിക്ഷയാണ് ഇതെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു തരികയാണ്.